നമ്മൾ സാധാരണ പറയും ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയും. അത് വെറും ഒരു പറച്ചിൽ മാത്രമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ പിന്നെ കോൺഗ്രസ് ഇല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്, സെമി ഫൈനലാണ്. അവിടെ കോൺഗ്രസിനെ കാലിടറിയാൽ പിന്നീട് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കണ്ട, പിന്നെ അങ്ങോട്ട് കോൺഗ്രസിനെ കേരളത്തിൽ തന്നെ നോക്കണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് പറയാമെങ്കിൽ പോലും നമുക്ക് പരിഗണിക്കേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു മുൻതൂക്കം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അത് നമുക്ക് 2021 നമ്മുടെ മുന്നിലുണ്ട്. അത് കോൺഗ്രസിനും വ്യക്തമായിട്ട് അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള തന്ത്രങ്ങളും തയ്യാറെടുപ്പുകളുമാണ് കോൺഗ്രസ് നടത്തുന്നത്. നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലേക്ക് 6 പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കെ മുരളീധരനെ പോലെ തിരുവനന്തപുരത്ത് ശക്തമായിട്ട് അറിയാവുന്ന, തിരുവനന്തപുരത്തെ അടുത്തറിയാവുന്ന വട്ടിയൂർക്കാവിൽ അദ്ദേഹം നീണ്ടകാലം MLA ആയിരുന്നു. അദ്ദേഹത്തെ അവിടെ ഏൽപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ എറണാകുളം നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ നാടാണ്, ജില്ലയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കാണ് ചുമതല. അത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള സംസ്ഥാനത്തിന്റെ തലയെടുപ്പുള്ള നേതാക്കൾക്ക് ഈ പറയുന്ന ഓരോ കോർപ്പറേഷന്റെ ചുമതല വീതിച്ചു കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഒരു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്.